നമസ്കാരം. ഉച്ചഭക്ഷണം കഴിക്കാനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് ബാങ്ക് ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. ബംഗളൂരുവിലെ വ്യാപാര കേന്ദ്രമായ രാജാജി നഗറിലെ ഡോക്ടർ രാജ്കുമാർ റോഡിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. കെമ്പഗൌഡ സ്വദേശിനിയായ 27 വയസ്സുകാരി യോഗേശ്വരിയാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യോഗേശ്വരിയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. ഓഫീസിന് മുന്നിലെ ഹോട്ടലിലേക്ക് സഹപ്രവർത്തകയ്ക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് യോഗേശ്വരി അപകടത്തിൽപ്പെട്ടത്. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുന്നിൽ നടന്നിരുന്ന യോഗേശ്വരി ബൈക്ക് വരുന്നത് കണ്ട് വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അമിത വേഗതയിലെത്തിയ ബൈക്ക് അവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബൈക്ക് വരുന്നത് കണ്ട് ഭയന്ന സഹപ്രവർത്തക പിന്നോട്ട് മാറിയതിനാൽ അവർക്ക് പരിക്കേറ്റില്ല. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബൈക്ക് വന്നിടിച്ച് യോഗേശ്വരി റോഡിലേക്ക് തെറിച്ചു വീഴുന്നതും ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ദൂരം തെന്നി നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ യോഗേശ്വരിയെ ഉടൻ തന്നെ സമീപത്തെ സുഗുണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിക്ടോറിയ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന 22 വയസ്സുകാരനായ ദീപനും പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിനായി പുറത്തിറങ്ങിയ യുവതിക്ക് ജീവൻ നഷ്ടമായ സംഭവം ബംഗളൂരുവിൽ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഓഫീസിന് എതിർവശത്തുള്ള ഹോട്ടലിലേക്ക് ഉച്ചഭക്ഷണം കഴിക്കാനായി സഹപ്രവർത്തകയൊപ്പം പോവുകയായിരുന്നു യോഗേശ്വരി. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിൽ ബൈക്ക് പാഞ്ഞു വരുന്ന ഇവർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപകടം ഒഴിവാക്കാനായി യോഗേശ്വരി വേഗത്തിൽ മുന്നോട്ട് ഓടിയെങ്കിലും നിയന്ത്രണം വിട്ട ബൈക്ക് യുവതിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തക പെട്ടെന്ന് പിന്നോട്ട് മാറിയതിനാൽ ഇവർക്ക് പരിക്കുകളൊന്നും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഉടനെ യോഗേശ്വരിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന 22 വയസ്സുകാരനായ ദീപനും റോഡിലൂടെ തെന്നി നീങ്ങുന്ന ദൃശ്യങ്ങളും വന്നിട്ടുണ്ട്. പരിസരവാസികളും സഹപ്രവർത്തകരും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ യോഗേശ്വരി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആന്തരിക രക്തസ്രാവം അതിരൂക്ഷമായതിനെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. എന്തായാലും ദീപൻ എന്ന് പറയുന്ന ആ ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബംഗളൂരു നഗരത്തിൽ അമിത വേഗതയും ട്രാഫിക് നിയമങ്ങളുടെ ലംഘനവും കാൽനട യാത്രക്കാരുടെ ജീവന് എത്രത്തോളം ഭീഷണിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം. പ്രത്യേകിച്ച് രാജാജി നഗർ പോലെയുള്ള തിരക്കേറിയ വ്യാപാര കേന്ദ്രങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമാണ്. ഒരു സാധാരണ പ്രവൃത്തി ദിവസം ഉച്ചഭക്ഷണത്തിനായി പുറത്തിറങ്ങിയ യുവതി ഇത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് സഹപ്രവർത്തകർക്കിടയിലും നഗരവാസികൾക്കിടയിലും വലിയ നോവായി മാറിയിട്ടുണ്ട്. പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബൈക്ക് ഇടിച്ച വ്യക്തിക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലാണ്. എന്തായാലും ഇയാൾക്കെതിരെ കേസെടുക്കും. യോഗേശ്വരിക്ക് എന്തായാലും യോഗേശ്വരിയുടെ കുടുംബത്തിന് എന്തായാലും നഷ്ടപരിഹാരം ലഭ്യമാകേണ്ടതുണ്ട്.